മാധു, നിങ്ങളൊക്കെ സൂക്കേട് നമുക്കറിയാം, കുറച്ചായിട്ട് വല്ലാതെ ഞങ്ങൾ എടുത്ത നിലപാടുണ്ട്. നിങ്ങൾ വെറുതെ കുറച്ച് റിപ്പോർട്ടർ ചാനൽ കയറിയിട്ട് വല്ലാതെ കുറച്ചായി UDF സർക്കാരിനെ ആകെ സംഘവൽക്കരിക്കാൻ കൈരളിയുടെ പണികൾ അധികം എടുക്കണ്ട. എന്നോട് മറ്റതിഥികൾ ഒരു 2 മിനിറ്റ് കൂടി ക്ഷമിക്കണം. എന്തായാലും ഒരു സൂക്കേട് കണ്ടുപിടിച്ച സ്ഥിതിക്ക് മരുന്നെഴുതുമ്പോൾ അസുഖത്തിന്റെ മുഴുവനായിട്ടുള്ള രൂപം ഡോക്ടറോട് പറയണമല്ലോ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. മെയ് 18 ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചു. അതിൽ ലോക് ഭവനാണ് അതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ള ന്യായീകരണം സർക്കാർ പറഞ്ഞു. ഇനി MG സർവകലാശാലയിലെ VC ആയി D. മാവൂദിനെ ഗവർണർ നിയമിച്ചു. യാതൊരു എതിർപ്പും ഉണ്ടായില്ല. അതിനുശേഷം അതിനു മുൻപ് നയപ്രഖ്യാപനമുണ്ടായി. അതിൽ കാര്യമായ കേന്ദ്ര വിമർശനങ്ങളില്ല. MG സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാർ പശ്ചാത്തലമുള്ള 19 പേരെ ഗവർണർ നിയമിച്ചു. യാതൊരു എതിർപ്പുമില്ല. പിന്നീട് ബജറ്റ് വന്നു. ബജറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിഹിതം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ച് യാതൊരു എണ്ണിപ്പറയലുമില്ല. പിന്നീട് ജൂലൈ മാസത്തിൽ സംഘപരിവാർ ബന്ധമുണ്ടായിരുന്ന KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ വിമർശനം തള്ളി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N. ശേഷാദ്രിനാഥനെ നിയമിച്ചു. സംഘപരിവാർ ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ വിമർശനം. അതിനെതിരെ അദ്ദേഹത്തിനെതിരെ തന്നെ കോൺഗ്രസിലെ നേതാക്കൾ രംഗത്ത് വന്നു. TS ശരത്തിനെ സംഘപരിവാർ ബന്ധമുണ്ട് എന്ന ആരോപിച്ച് ഗവൺമെന്റ് ലീഡറായി നിയമിച്ചതിനെതിരെ വിമർശനമുണ്ടായി. KSUവും ലോയേഴ്സ് കോൺഗ്രസും വിമർശനം ഉന്നയിച്ചു. യാതൊരു പ്രശ്നവുമില്ല. RSS പരിപാടിയിൽ ജൂലൈ മാസത്തിൽ സർവകലാശാല VC-മാർ പങ്കെടുത്തു. വിമർശനമൊക്കെ ഉണ്ടായി. ഒരു നടപടിയും ഉണ്ടായില്ല. ആരും ചോദിച്ചില്ല. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തിയ സമരത്തിന് മുഖ്യമന്ത്രി അവിടെ പോയിരുന്നു. അതിനും ആ സമരം തീരുന്നതിന് മുമ്പ് തിരികെ വന്നു. വഖഫ് ബോർഡ് കേന്ദ്ര നിയമപ്രകാരം പുനഃസംഘടിപ്പിക്കാമെന്ന് സർക്കാർ കോടതിയിൽ സമ്മതമറിയിച്ചു. PM ശ്രീയുമായി മുന്നോട്ടെന്ന് UDF കൺവീനർ UDF യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. വിവാദമായി നല്ല അന്തസ്സായിട്ട് മലക്കം പറഞ്ഞു. മഞ്ചേശ്വരം സ്കൂളിൽ ക്യൂസിൽ VD സവർക്കറെ പുകഴ്ത്തിക്കൊണ്ടൊരു ചോദ്യാവലിയുണ്ടായി. 8-ാം തീയതി തന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേമാതരം മുഴുവനുമായും ആലപിക്കണമെന്ന് ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകി. ഇതും കൂടെ കൂട്ടിയുള്ള ചികിത്സ മതി.